10 years later. പേടിക്കണ്ട, എൻ്റെ താഴെ ഫാനുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് ട്രാക്ക് മാറ്റാം. ഹിമാരി എവിടെ എതിലൂടെയാണ് പോയത്? പുല്ല് കാണുന്നില്ലല്ലോ. ഗേസ് ഇതിലൂടെ വഴിയുണ്ടോ? യെസ് ഗേസ് ഇതിൽ വഴിയുണ്ട് ഗേസ് വഴിയുണ്ട്. ഇവിടെ ആരോ തീയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആൾക്കാർ കൂടാൻ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ദൈവം മഴക്കണ്ട് എൻ്റെ മോനെ വൈബ് സ്ഥലം. ഇടായിരുന്നു വെച്ചാ അനീഷ് തണുപ്പുണ്ടല്ലേ? തണുപ്പുണ്ടാ? പിന്നെ ഉണ്ടാണ്. ഗീസ് അവിടെ പാട്ട് വെച്ചിട്ട് കോപ്പറേറ്റ് അടിക്കും. ഇവിടെ കേൾക്കൂല തോന്നിട്ട്. ഇവിടെ കേൾക്കൂല വെച്ചാ അവിടെ കുഴപ്പമില്ല. ഷാരോ ഇറങ്ങടാ. നമ്മൾ സെറ്റ് ആയിട്ടാ നമ്മൾ ഇറങ്ങാൻ പോണു. ഹരേ രാം കൃഷ്ണ പ്രഭു, ഹരേ രാം ഹരേ രാം. ശരി വെച്ചാ. അപ്പൊ എല്ലാരും ഇപ്പൊ തന്നെ ആരാധന ലൈവായിട്ട് അത് അറിയിച്ചിട്ടുണ്ട്. ലൈവായിട്ട് ഇന്ന് ഞാൻ വയറിലാണ് മിക്കവാറും. ഗൈസിനോട് പറ എന്താ ഇതെന്ത് ഇത് ലൈവായിട്ട് ചുമ്മാ 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 ചുമ്മല്ല മച്ചാ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ ഈ കുളിക്കാൻ വന്നിരിക്കുന്നത് കുളിക്കാനാണ് അല്ല ഇങ്ങനെ ഡാമിന്റെ തൊട്ടിപ്പുറത്താണ് ഈ അരുവിയുള്ളത്. ഇവിടെ നല്ല ചൂടുള്ള വെള്ളമാണ്. ചൂടുള്ള വെള്ളമാണ്, തണുത്തെടുക്കാൻ പറ്റുള്ള. ഒരിക്കൽപ്പെട്ട നമ്മള് കുളിച്ച് സെറ്റിരിക്കുകയാണ്. നമ്മൾ മടിക്കാരി വിട്ട് നേരെ വയനാട് പോകണം കേട്ടോ. ഇവിടുന്ന് 2 മണിക്കൂർ 2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടോ. അപ്പോൾ അവിടെ എത്തി കാണാം. ബ്ലോഗർ ശ്രീയാദ് ഫോട്ടോ എടുക്കുന്നത്. ഫോട്ടോഗ്രാഫിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബിരുദം നേടിയ ഷാനു എടുത്ത പിക്ക് ഗൈസ്. നമ്മളെ ഫാമിലി. അയ്യോ പാട്ട് ഗൈസ്. ഫുഡ് കഴിക്കാൻ കേട്ടോ. ബൈ ബൈ. എടാ ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? അതന്നെ എനിക്കറിയാത്തോണ്ടല്ലോ ഞാൻ പിന്നെ അവനെ കൊണ്ട് പറയിച്ചത്. അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ നമ്മളിവിടെ വന്നിരിക്കാം കേട്ടോ. നമ്മൾ കയറിയിട്ടില്ല. നമ്മളിവിടുന്ന് തന്നെ ഹോട്ടലിൽ ഫുഡ് കഴിച്ചത് പുറത്തുനിന്ന്. കുഴപ്പമില്ല, ഒരു ആവറേജ് ഫുഡ് ചെയ്യുന്നില്ല. വലിയ സംഭവം ഒന്നുമല്ല. ബസ്സൊക്കെ തന്നെയായിരുന്നു. കാരണം ഇപ്പൊ സമയം ആയിട്ടില്ല. 10 മണി 10:30 കയറിയാലോ? ഇത് ഓവർടേക്ക് നോക്കുന്നത് അതേ അതിനേക്കാൾ സ്പീഡ് മെല്ല പോകുന്നത്. ഇതെന്താ ഒരുപാട് ഓവർടേക്ക് കണ്ടിട്ടുണ്ട്. പോയിട്ട് സ്ലോ ആക്കി. ഇതെന്താ ഓവർടേക്ക്? നമ്മള് രാവിലെ തുടങ്ങിയ യാത്ര കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് എവിടെയും പോയിട്ടില്ല. ഇന്ന് ഫുൾ യാത്രയായിരുന്നു. ഈ ഷർട്ട് ഇടുന്ന അനീഷിനും കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അതിലാണ് സമയം പോയി. ഒരു
ഒരു 3.5 മണിക്കൂർ അങ്ങനെ പോയി. നമ്മളിപ്പോ പോകുന്ന റൂട്ടിൽ നിങ്ങൾ എപ്പോഴും 20 താഴെ 20 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പാടില്ല കേട്ടോ. കാരണം അത് ഇവിടെ ഡേഞ്ചറാണ്. ആനകളൊക്കെ പാസ് ചെയ്ത് വയറിയിട്ട് ജെറ്റൊക്കെ. ഗെയ്സ് അപ്പോൾ ഇപ്പോൾ സമയം വൈകുന്നേരം കേട്ടോ. ഞങ്ങളിവിടെ നമ്മളെ വണ്ടി ബാക്കിലുണ്ട്. ഞങ്ങളിവിടെ തിരുനെല്ലി അമ്പലത്തിൽ തിരുനെല്ലി അമ്പലത്തിൽ വന്നേക്കോട്ടോ. ഞാൻ ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് ഇവിടെ വന്നേക്കാണ്. ഞാൻ വെച്ച് വലിയ അമ്പലമാണ്. ഇതൊരു കാട്ടിൽ നടക്കുള്ള അമ്പലം കേട്ടോ. ഉണ്ടോട്ടോ? അതെന്താ ഇതിന്റെ ബാക്കിയാണ്. ഞാൻ പറയുന്നതിന്റെ ബാക്കി അതിന് വരും കേട്ടോ. അതില് ആ വ്ളോഗില് വ്ളോഗ് എടുത്ത് പോന്ന്. ഇത് കാടിന് നടുവിൽ ബാക്കിൽ എൻ്റെ അമ്മ പൊള്ളിയേശി കിട്ടില്ല വ്യൂ കേട്ടാ. നല്ല അടിപൊളി മലകളൊക്കെ ആയിട്ട് കൊള്ളാം. എന്തായാലും കയറട്ടെ. അനീഷിന് കയറാൻ പറ്റില്ല കേട്ടോ അമ്പലത്തിനകത്ത്. ഞങ്ങൾക്ക് കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ കയറാതിരിക്കണം നോക്കട്ടെ. ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ആദ്യം വരുന്ന സ്പോട്ട് ഇതാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നാല് ഇവിടെ ബാത്റൂം ഒക്കെ ഉണ്ട്, ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം. പക്ഷെ ഇവിടെ ആളില്ല. അപ്പൊ നിങ്ങള് പൈസ കൊടുക്കാതെ പോകരുത്. പക്ഷെ അടുത്ത പൈസ കൊടുക്കാതെ പോവാൻ നോക്കി ഞാൻ പിടിച്ച്. ഇല്ല ചുമ്മാ അല്ല ഇതെല്ലാം പൈസ കൊടുത്ത് ചെയ്യേണ്ട ആളല്ലല്ലോ നമ്മളല്ലേ. പക്ഷേ നിങ്ങൾ ഫണ്ടിട്ടിട്ട് കൊടുക്കാൻ പോവാൻ നോക്കണം. ഇത് വിഷ്ണുവിടെ ക്ഷേത്രം കേട്ടോ. ശിവക്ഷേത്രം ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് അനീഷ് പറഞ്ഞത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് പോവാൻ നിൽക്കാണ്. ചെറിയ ചന്തയൊക്കെ കേട്ടാ. ഓക്കെ നമുക്ക് ഗെയ്സ് ഈ പിറകിൽ കാണുന്ന ഈ കോട്ടേജ് ഉണ്ടല്ലോ, ആ വലിയ ബിൽഡിങ്, അത് നമ്മളിവിടെ കമ്മിറ്റിക്കാരുടെ കേട്ടോ. കമ്മിറ്റി വെച്ചാൽ അമ്പലത്തിന്റെ ദേവസ്വം ബോർഡിന്റെ കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മിറ്റിയാണ്. ദേവസ്വം ബോർഡിന്റെ കമ്മിറ്റി നമ്മുടെ എന്ന് പറയുന്നത്. ഗെയ്സ് അതിനവിടെ റൂം ചെറിയ ചീപ്പ് റേറ്റിനൊക്കെ കിട്ടും കേട്ടോ. നമ്മളെ ബാക്ക് കാണുമ്പോൾ ചിലപ്പോൾ വലിയ രീതിയിലൊക്കെ സെറ്റപ്പ് തോന്നും. പക്ഷെ ഞങ്ങൾ ചോദിച്ചപ്പോൾ 5 പേർക്ക് ചോദിച്ചപ്പോൾ 490 രൂപ പറഞ്ഞത്. അതായത് നാളെ 12 മണി വരെ കേട്ടോ, ഉച്ച വരെ. സുഖമാണ്, ചെറിയ പൈസ അല്ലേ. പിന്നെ 830 രൂപയ്ക്ക് 2 റൂം വരാൻ പറഞ്ഞു. അപ്പോൾ 5 പേർക്ക് 100 രൂപ വെച്ചിട്ട്, ലൈക്ക് ഡോർമെട്രി പോലെ. പക്ഷെ റൂമാണ് കേട്ടോ. റൂമിൽ തന്നെ 5 പേർക്ക് കിടക്കാൻ പറ്റിയ പാകത്തിനാണ്. ഇവിടെ റേഞ്ച് ഇല്ല, അത് മാത്രമേ പ്രശ്നമുള്ളൂ. BSNL ജിയോയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. എയർടെൽ ഇല്ല, ഐഡിയ ഇല്ല. എൻ്റെ ഒക്കെ ഇന്നലെ കട്ട് ചെയ്താ, 2 ദിവസമായി കട്ട് ചെയ്ത്. താഴെ കൂടെ എന്തിനോ താഴെ പോ.